പ്രിയ പ്രേക്ഷകരെ, ഓണം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ചിങ്ങം കഴിഞ്ഞു. ഓണത്തിന്റെ തിരക്കിലാണ് എല്ലാ മലയാളികളും, പുതിയ തലമുറയിലെ കുട്ടികളും. പിന്നെ കേരളത്തിന്റെ തുടിപ്പുണർന്നുകൊണ്ട് ലോകം മൊത്തവും യാത്ര ചെയ്യുന്ന, ജോലി തേടി യാത്ര ചെയ്ത, രാജ്യത്തിന് വേണ്ടി യാത്ര ചെയ്ത എല്ലാവർക്കും, അതായത് കേരളത്തിൽ ഒതുക്കുന്നില്ല ഈ ഓണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സമത്വം, ഈക്വലേഷൻ, അതാണ് ഓണം. അതുകൊണ്ട് തന്നെ ഈക്വലേഷനെ ബേസ് ചെയ്തിരിക്കുന്നുണ്ട്. ഇതിനകത്ത് കള്ളമില്ല, ചതിയില്ല, കൊല്ലലില്ല, കൊലപാതകവുമില്ല. കാരണം 3 അടി മണ്ണ് തികയാതെ വന്നപ്പോൾ തന്റെ തല താഴ്ത്തി വന്ന ആളോട് എന്നെ നീ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് ആനയിക്കൂ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ജനതയാണ്. ആ ജനത ലോകമൊത്തവും യാത്ര ചെയ്യുകയും ലോകമൊത്തവും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അങ്ങനെയുള്ള ഒരു സമത്വ ലോകം നമ്മുടെ ഭാരതത്തിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ ബ്ലോഗ് ചെയ്യുന്നത്. അപ്പോൾ ഭാരതത്തിലുള്ള എല്ലാ മനുഷ്യർക്കും, 150 കോടി മനുഷ്യർക്കും, ആ 150 കോടി മനുഷ്യരിൽ ഇത് ഭാരതത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും, അത് മലയാളി എന്നല്ല, സമത്വം, ഈക്വലേഷൻ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നൊബക് സോളയുടെ ഓണാശംസകൾ. ഇനി ഓണം ആരംഭിച്ചിരിക്കുന്നു. ഈ ഓണത്തിന്റെ ഇടയിൽ ഞാൻ നൊബക് സോളയെ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. എല്ലാ പുതിയ തലമുറയിലെ കുട്ടികളുടെ 90% പേരും ഓണം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ, ഇനി നാട്ടിലുള്ള സാധാ മനുഷ്യരും എല്ലാം ഓണം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ ലക്ഷ്യം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഓണം എന്ന് പറയുന്നത് ഈക്വലേഷൻ തന്നെയാണ്. ഇത് ഭാരതമാണ്. ഭാരത സംസ്കാരത്തിൽ ലോകം മൊത്തവും നമ്മളെ ജനത ആഴ്ന്നിറങ്ങി ഈക്വലേഷനോട് ജീവിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ മാത്രമേ ഓണം കൊണ്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ പാവം വാമനന് വേണ്ടി തല താഴ്ത്തി വെച്ച് മഹാബലി മണ്ടനായി മാറും. അതേ എനിക്ക് പറയാനുള്ളൂ. തല താഴ്ത്തി വെച്ചു കൊടുത്ത മഹാബലി മണ്ടനായി മാറും. അത്രയും മണ്ടന്മാരല്ലാതിരിക്കട്ടെ ഭാരതത്തിലെ ഓരോ ജനവും. നമുക്ക് ഈക്വലേഷനാണ് ആവശ്യം. ഈക്വലേഷൻ, അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബ്ലോഗിലോട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. എൻ്റെ പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും നൊബക് സോളയുടെ വിഷ് ഹാപ്പി ഓണം. സെലിബ്രേറ്റ് ചെയ്യൂ. അത് 150 കോടി ജനങ്ങൾക്ക് ഒപ്പം 150 കോടി ജനങ്ങളിൽ നിന്ന് കുറേ പേര് വിദേശ രാജ്യങ്ങളായിട്ട് അർമാദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാം ഇവിടെ ഉള്ളവരും അവിടെ എല്ലാ കഷ്ടപ്പാടുമുണ്ട്. ആ കഷ്ടപ്പെടുന്നവർക്കും സുഖലോലുപരാണെന്ന് പറഞ്ഞ് നാട്ടിൽ പറഞ്ഞുകൊണ്ട് അവിടെ കഷ്ടപ്പെട്ട് പൈസ അയക്കുന്നവർക്കും, പിന്നെ അവർക്ക് തൊഴിൽ കൊടുത്ത ആ നാട്ടുകാർക്കും മറ്റു രാജ്യക്കാർക്കും, അങ്ങനെയുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈക്വലേഷൻ മഹാബലിയുടെ ഓണാശംസകൾ. ഇന്ന് ഞാൻ 2 കാര്യങ്ങളായിട്ട് വന്നിരിക്കുകയാണ്. ഒന്ന്, E20 പെട്രോള്. 2, എഡ്യൂക്കേഷൻ. ഇന്ത്യയുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്? ഭാരതത്തിന്റെ അവസ്ഥ എന്താണ്? നിങ്ങൾ എൻ്റെ പ്രേക്ഷകരെല്ലാവരും യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും ഒക്കെ കാണുന്നുണ്ടാവും കുറച്ച്. ബാക്കിയെല്ലാം ബ്ലോക്കഡാണ്. നമ്മുടെ ഭാരതത്തിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ വട്ടപൂജ്യമായിരുന്നു. ആ വട്ടപൂജ്യത്തിൽ നിന്ന് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഒരു ബ്രില്യന്റ് മനുഷ്യരിൽ കൂടി കെട്ടിപ്പടുത്ത് ഘട്ടഘട്ടമായിട്ട് ഉയർത്തെടുത്ത് കൊണ്ടുവന്ന, 65 വർഷമായിട്ട് പടുത്തുയർത്തിയെടുത്തു കൊണ്ടുവന്ന സയന്റിഫിക്കൽ ടെമ്പർ, എഡ്യൂക്കേഷൻ നിലവാരം, എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും ജീവിത നിലവാരം ഉയർത്തല്, എല്ലാവർക്കും വിദ്യാഭ്യാസം, തുല്യ വിദ്യാഭ്യാസം. അതിനകത്ത് മതം, ജാതി, വർഗം, വർണ്ണ വിവേചനമില്ല. അതൊക്കെ അവരവരുടെ കാര്യം മാത്രമാണ്. രാജ്യത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്നുള്ള രീതിയിൽ കുതിപ്പിച്ചു കൊണ്ടുവന്ന് 60-65 വർഷം കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന നമ്മുടെ ഈ ഇന്ത്യയുടെ, അല്ലെങ്കിൽ ഇന്നത്തെ ഭാരതത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്?
നമ്മുടെ സ്കൂളുകളുടെ അവസ്ഥ എന്താണ്? ഇതാണ് ഇന്നത്തെ എൻ്റെ ഒന്നാമത്തെ ഓണം. എൻ്റെ 2026 പുതിയ തലമുറയ്ക്ക് വേണ്ടി എനിക്ക് പറയാൻ പറ്റുന്ന ഓണം ഇതാണ്. എൻ്റെ പുതിയ തലമുറയുടെ കുട്ടികളെ നിങ്ങൾ കേൾക്കണം, കാണണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 2026 പോലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 80 വർഷമായിട്ട് പോലും നമ്മുടെ ഇന്ത്യയുടെ 30-40% സ്ഥലങ്ങളിൽ ഒഴിച്ച് ഒരിടത്തും എഡ്യൂക്കേഷൻ ഈക്വൽ ആയിട്ടില്ല. അത് മതത്തിൽ അധിഷ്ഠിതമാണ്, ജാതീയതയിൽ അധിഷ്ഠിതമാണ്, വർഗീയ സംഘടനകളിൽ അധിഷ്ഠിതമാണ്, മറ്റ് പല മേഖലകളിൽ അധിഷ്ഠിതമാണ്. ഇനി ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യമാണ് പറയുന്നത്. ഇത് നമ്മൾ മാറ്റണോ വേണ്ടേ എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. 51 വയസ്സായ ഞാൻ ഇപ്പോഴും പറയുന്നു മാറ്റണം. മാറ്റണം എന്ന് പറഞ്ഞാൽ എങ്ങനെ മാറ്റണം? നമ്മളെ ഇന്ത്യയുടെ വികസനത്തിന് അടിസ്ഥാനപ്പെടുത്തണമെങ്കിൽ ഇനിയും അടിസ്ഥാനം ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. കാരണം ഇപ്പൊ നമ്മൾ വീണ്ടും 100-200 വർഷം പിന്നിലോട്ട് പോയി. അടിസ്ഥാനം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ജാതി മത വർഗ വർണ്ണ വിവേചനമില്ലാതെ എല്ലാ സ്കൂളുകളിലും അടിസ്ഥാന സൗകര്യം ഒതുക്കി സയന്റിഫിക്കൽ ടെമ്പറോടുകൂടി കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ നമ്മുടെ വരുമാനത്തിന്റെ GDPയുടെ 10% മാറ്റിവെക്കണം. 10% മാറ്റിവെക്കണം. 20-25-30% നമ്മുടെ ഡിഫൻസിൽ. ബാക്കി വെച്ചിട്ട് വേണം ഇവിടെ സാലറിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനും റോഡ് ഡെവലപ്പ് ചെയ്യാനും മറ്റെല്ലാം ചെയ്യാൻ. ഇപ്പൊ എന്താണ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതിനെക്കുറിച്ച് എനിക്ക് താല്പര്യമില്ല. അങ്ങനെ അല്ല എങ്കിൽ ഇനിയും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇരട്ടി സംഭവിക്കും. അത് സംഭവിച്ചാൽ ഭരണാധികാരികൾക്ക് ആർക്കും ഒരു നഷ്ടവുമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ കുട്ടികൾ വേണ്ട, ഇപ്പോഴത്തെ ഒരു ട്വീറ്റ് അനുസരിച്ച് അവരുടെ വീട്ടിലെ പട്ടികൾ സാധാരണ ഒരു കുട്ടിയുടെ ജീവിതത്തിനേക്കാളും 1000 മടങ്ങ് എന്തുകൊണ്ട് രാജകീയ ജീവിതമാണ് പട്ടി പോലും ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര നികൃഷ്ടരായി ജീവിക്കുന്നുവെന്ന് പ്രിയ പ്രേക്ഷകരെ മനസ്സിലാക്കണം. അതിനൊരു മാറ്റം കൊണ്ടുവരണം. 50 വയസ്സ് കഴിഞ്ഞ് 51ാമത്തെ വയസ്സിലിരുന്നുകൊണ്ട് ഞാൻ ഇത്രയും ധൈര്യമായിട്ട് ബ്ലോഗ് ചെയ്യുന്നുവെങ്കിൽ, ഇത്രയും ധൈര്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നുവെങ്കിൽ, നിങ്ങളുടെ അടുത്ത് ഞാൻ ശബ്ദിക്കുന്നുവെങ്കിൽ, ആ മാറ്റം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. എനിക്ക് ആരോഗ്യമില്ല, 50 വയസ്സ് കഴിഞ്ഞു, ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്, മറ്റെല്ലാം ബേസ് ചെയ്യണം. ഇതെല്ലാം ക്രോസ് ചെയ്തുകൊണ്ട് എനിക്കിനി എൻ്റെ ബാല്യകാലത്തുള്ള ഒരു എനർജിയോടെ എനിക്ക് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട്. കാരണം ഞാനിപ്പോഴും സംസാരിക്കുന്നത് എൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ്. എൻ്റെ രാജ്യത്തിലെ 150 കോടി മനുഷ്യർക്ക് വേണ്ടിയാണ്. അതിൽ 65 കോടി വരുന്ന കർഷക ജനത്തിന് വേണ്ടിയാണ്. എന്താണ് കർഷകർ? കർഷകർ ദൈവമാണ്. ആ ദൈവത്തിന്റെ മക്കളെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. അവരെവിടെയെങ്കിലും ചവറുകൂനയിൽ പഠിക്കേണ്ട പിള്ളേരല്ല. ഒപ്പം വലിയവർ എല്ലാവരും, ആരും ചവറുകൂനയിൽ പഠിക്കേണ്ട പിള്ളേരല്ല. എല്ലാ കുട്ടികളുടെയും, അത് സവർണരാവട്ടെ അവർണരാവട്ടെ കർഷകരാവട്ടെ ആരുമാകട്ടെ, എല്ലാ കുട്ടികളും വളരെ ടോപ്പിലോട്ട് ഭാരതത്തെ ഉയർത്തി കാണിക്കുന്ന നിലയിലോട്ട് നമ്മളെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റേണ്ടതുണ്ട്. മാറിയില്ല എങ്കിൽ നഷ്ടം ഭയങ്കരമായിരിക്കും രാജ്യത്തിനകത്ത് എന്നാണ് ഓർമ്മിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കഠിനമായി ശക്തമായി പ്രതിഷേധിക്കുന്ന 51ാമത്തെ വയസ്സിലും പ്രതിഷേധിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനിവിടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യില്ല. അതിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച വരണമെന്ന് തോന്നിയാൽ ഞാൻ എല്ലാ പാർട്ടിക്കാരെയും എതിർക്കും. അത് ആരും ആകട്ടെ, ഞാൻ എതിർത്തുകൊണ്ടിരിക്കും. എൻ്റെ മരണം വരെ എതിർത്തുകൊണ്ടിരിക്കും. മുഷ്ടി ചുരുട്ടി സംസാരിച്ച് ഇന്ന് ബ്ലോഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടെക്നോളജി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എതിർത്തുകൊണ്ടേയിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 51 വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പോഴും യുദ്ധം ചെയ്യണമെങ്കിൽ എനിക്ക് എൻ്റെ നാട് എന്തെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അപ്പോൾ എനിക്കോ എൻ്റെ നാടിനോ അന്നും ഉണ്ടായ നഷ്ടങ്ങളൊന്നും ഇനി വരുന്ന തലമുറയ്ക്ക് ഉണ്ടാകരുത്. അവർ വിജയിച്ച് പെയ്യാൽ മാത്രമേ നാട്ടിൽ സമ്പത്ത് നിൽക്കൂ, തൊഴിലുണ്ടായി സമ്പത്ത് നിൽക്കൂ. ആ സമ്പത്ത് കൊടുക്കൽ വാങ്ങൽ കൂടെ രാജ്യത്തിന് ഗ്രോത്തായി മാറും. അതാണ് ഞാൻ ഈ ഓണ ദിവസത്തിൽ എഡ്യൂക്കേഷനെ കുറിച്ച്
എനിക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകരോടും പുതിയ തലമുറയോടും ഇന്ത്യയുടെ 150 കോടി ജനത്തോടും പറയുള്ളൂ, അത്തരം കാര്യങ്ങളിൽ എന്ത് വിട്ടുവീഴ്ചകൾ സംഭവിക്കണമെന്ന് തോന്നിയാൽ ഞാൻ സിംഗിളായിട്ട് നിന്ന് തീർക്കും. നിങ്ങൾക്ക് ഒരുപാട് വിഷയമുണ്ട്. അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഇത്തരം കാര്യങ്ങളോട്ട് വീഡിയോ ചെയ്തു തുടങ്ങിയപ്പോൾ എൻ്റെ കുറേ കാഴ്ചക്കാരും പ്രേക്ഷകരും എൻ്റെ വ്യൂവേഴ്സും എല്ലാം എന്ന് പറയണത് സബ്സ്ക്രൈബേഷൻ ഒഴിവാക്കി പോയി. അതൊന്നും എനിക്ക് വിഷയമേ അല്ല. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണുണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഇതൊന്നും എൻ്റെ സബ്ജക്റ്റ് അല്ലെന്നാണ് ഞാൻ പ്രേക്ഷകർക്ക് പറയുന്നത്. ഞാൻ എൻ്റെ ആശയങ്ങൾ പുതിയ തലമുറയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഞാനത് പറഞ്ഞിട്ട് പോകും. ആകെ ഉള്ള ഒരു മീഡിയയാണ്, അതുകൊണ്ട് അത് അവിടെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നോ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലയോ നിങ്ങളുടെ സൗകര്യത്തിന് അനുസരിച്ച് എനിക്ക് കാര്യങ്ങൾ പറയുന്നത് എൻ്റെ സബ്ജക്റ്റ് അല്ല. 51ാമത്തെ വയസ്സിൽ ഇത്രയും ശക്തമായിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ പ്രിയ പ്രേക്ഷകരെ ആലോചിക്കൂ. നിങ്ങൾ 15, 16, 17, 18, 19 വയസ്സ് മുതൽ 20, 30, 35 വയസ്സിനകത്തിരിക്കുന്ന നിങ്ങളുടെ എനർജി എന്ത് ലെവലായിരിക്കും? ഞാൻ നിങ്ങളോടെയാണ്. ഞാൻ പറയണത് അന്ധതയിൽ നിന്ന് മാറി രാജ്യത്തിന്റെ കാര്യങ്ങളെക്കാളും വലുതല്ല എൻ്റെ ഒരു കാര്യം. വല്ലവനും പറയുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കല്ല നഷ്ടം ഉണ്ടാവണം. നിങ്ങളുടെ നഷ്ടം നിങ്ങൾ തന്നെ ഉണ്ടാക്കി വലിച്ചെടുക്കുകയാണ്. പക്ഷെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കുട്ടികളിലേക്ക് ആ നഷ്ടം വലിച്ച് നിങ്ങൾ കൊടുക്കുകയാണ്. ആ നഷ്ടം കൂട്ടിൽ കൂടി നിങ്ങൾ ഒരു തലമുറയെ നശിപ്പിക്കുകയാണ്. ആ തലമുറ നശിക്കുന്നതോടുകൂടി രാജ്യം നശിക്കുകയാണ്. രാജ്യം നശിക്കുമ്പോൾ മറ്റ് അന്യരാജ്യത്തുള്ള വലിയ വലിയ സാമ്പത്തികമുള്ള രാജ്യക്കാരെ നമ്മളെ നാട്ടിൽ പിടുത്തെടുക്കും. നമുക്ക് അവരെ മുമ്പ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമ്മുടെ കുട്ടികൾ അങ്ങനെ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ലാത്ത രീതിയിൽ വളരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഈ 51ാമത്തെ വയസ്സിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, എഡ്യൂക്കേഷൻ ഈക്വലേഷനാണ്. നമ്മുടെ സ്കൂളുകൾ, ഇന്ത്യയുടെ സ്കൂളുകൾ 1 ലക്ഷം സ്കൂളുകൾ ഇപ്പോൾ അടച്ചിട്ടുണ്ട് ഈ 10-15 വർഷത്തിനകത്ത്. ഒപ്പം തന്നെ നമ്മുടെ എല്ലാ മിനിസ്ട്രി ലെവലിലുള്ള മക്കൾ പഠിക്കുന്നത് വലിയ സ്കൂളുകളാണ്. എന്നാൽ അവർ മറ്റുള്ള കുട്ടികളെ, താഴേക്കടയിലെ കുട്ടികളെ അടിമയായിട്ട് കാണുന്നു. അവരെ അടിമയാക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ മാറ്റം വരേണ്ടതുണ്ട്. CJP പോലെയുള്ള ഒരു പൊതു സംഘടനകൾ, അതൊരു സംഘടനയല്ല, ഒരു കൂട്ടായ്മകളൊക്കെ തന്നെ പറയുന്ന കാര്യത്തിൽ ഭയങ്കര ശക്തമായ കാര്യം തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലായാലും കേരളത്തിലെ വിദ്യാഭ്യാസമൊന്നും മെച്ചമെന്നൊരു അഭിപ്രായം എനിക്ക് ഇപ്പോഴില്ല. മെച്ചമായിരുന്നു, ഇപ്പോഴുമാണ്. അവര് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളമൊക്കെ എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യേണ്ടത് അമേരിക്ക, കാനഡ, നോർവേ, സ്വിറ്റ്സർലാൻഡ്, അയർലാൻഡ്, ലുക്സംബർഗ്, സിംഗപ്പൂര്, ഇങ്ങനെ വികസിച്ച സ്ഥലമായിട്ടാണ് നമ്മളെ കമ്പയർ ചെയ്യേണ്ടത്. കാരണം അത്രയും നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ കേരളമായിട്ട് കമ്പയർ ചെയ്യണം. അങ്ങനെ നമ്മൾ ബെറ്റർ ഒന്നുമല്ല എന്ന് ഞാൻ പറയണം. അങ്ങനെ നമ്മുടെ കുട്ടികൾ മാറാൻ വേണ്ടിയുള്ള ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. ഒരു 50 വയസ്സ് കഴിഞ്ഞ ഒരു വയസ്സനെന്നുള്ള നിലയ്ക്ക് ഞാൻ സപ്പോർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ മാറിയാൽ മാത്രമേ അതൊരു ഗ്രോത്ത് ആയിട്ട് രാജ്യത്തിലോട്ട് വളരുകയുള്ളൂ. പക്ഷെ നമ്മുടെ സ്കൂളുകളൊന്നും ഇപ്പോഴും ബെറ്ററേ അല്ല. ഒരു സ്കൂൾ ആരും വലിയ ജാട പറയണ്ട. CBSE ആയാലും ICC ആയാലും സ്റ്റേറ്റ് ഡിവിഷൻ ആയാലും നമ്മുടെ ഒരു സ്കൂളുകളും ബെറ്റർ അല്ല. 10-15 വർഷം മുമ്പ് ബെറ്റർ ആയിരുന്നു. പക്ഷെ ഇപ്പോഴും അവർ 15-20 വർഷത്തിന്റെ പിന്നിൽ നിന്ന് തന്നെയാണ് സ്റ്റഡി കൊണ്ടുപോകുന്നത്. ഇനി അത് മാറേണ്ടതുണ്ട്. പറഞ്ഞ് ഞാൻ മടുത്തു, പോയി കണ്ട് പറഞ്ഞ് മടുത്തു എന്നാണ് ഞാൻ പറയണത്. മാറേണ്ടതുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ കേരളത്തിലും ഇതുപോലുള്ള CJP പോലുള്ള പ്രസ്ഥാനങ്ങളുടെ കടന്നുകയറ്റം ആവശ്യമായിട്ടുണ്ട്. കാരണം അവിടങ്ങളിൽ ഉത്തരേന്ത്യയിലൊക്കെ തന്നെ ലോക്കൽ എഡ്യൂക്കേഷൻ കൊണ്ട് ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ കേരളത്തിൽ ടോപ്പ് എഡ്യൂക്കേഷനിലോട്ട് വളരുകയും എന്നാൽ ആ എഡ്യൂക്കേഷൻ ഹയറിലോട്ട് മാറാതിരിക്കുകയും ചെയ്യണം. അവിടെയും അതേ സിസ്റ്റം ഇവിടെ കീപ്പ് ചെയ്യണം. ഒരുപാട് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പാടില്ല എന്നൊരു സിസ്റ്റം തന്നെയാണ് നമ്മളിവിടെ ബിസിനസ് ആയിട്ട് CBSE സ്കൂളായാലും ICC സ്കൂളായാലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഡിവിഷനായാലും വച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഉടച്ചു പാർക്കേണ്ടത് കേരളത്തിലുമുണ്ട്. അതാണ് ഞാൻ ആഹ്വാനം ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് അതാണ്. ആ മാറ്റം വീണ്ടും കേരളത്തിലും കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലെ, കേരളം ഒരു മികച്ചതെന്നൊരു അഭിപ്രായത്തിൽ നിൽക്കുന്നില്ല ഞാൻ. കാരണം കേരളത്തിനെ കമ്പയർ ചെയ്യേണ്ടത് വേറെ ലെവലിലാണ്. അപ്പൊ അങ്ങനെ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് പ്രിയ പ്രേക്ഷകരെ, പുതിയ തലമുറയിലെ കുട്ടികളെ, നിങ്ങൾക്കിനി ഉള്ളൂ കേട്ടോ.
ഇനി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ പോലും നിങ്ങൾ അടുത്ത തലമുറ പരമദയനീയമായി പോകും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ അടുത്ത തലമുറയിൽ ഞാൻ ജീവിച്ചിട്ടേ ഉണ്ടാവില്ല, എപ്പോഴും മരിച്ചു പോകില്ലേ, പ്രായമൊക്കെയില്ലേ. നിങ്ങളത് മനസ്സിലാക്കി മുന്നേറണമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എഡ്യൂക്കേഷൻ ലെവൽ ഉടച്ചു വാർക്കേണ്ടതുണ്ട്. എല്ലാ സ്കൂളുകളും റിസർച്ച് ചെയ്യേണ്ടതുണ്ട്. എല്ലാ സ്കൂളുകളും തന്നെ സാറ്റലൈറ്റിന്റെ കീഴിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഓരോ ആഴ്ചയിലെയും സ്കൂളിന്റെ പ്രവർത്തനം, സ്കൂളിന്റെ ഡെവലപ്മെന്റ്, അധ്യാപകരുടെ ചേഞ്ചസ്, ടാർജറ്റ്, പിന്നെ അവരെല്ലാം കുട്ടികളെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, ഇതെല്ലാം വീഡിയോ എടുത്ത് അപ്ഡേറ്റ് ചെയ്തിട്ട് ഗവൺമെന്റ് കൊടുക്കുന്ന ഹെവി സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഏത് ഗവൺമെന്റ് ആയാലും രാജിവെച്ച് പോകുന്നതായിരിക്കും നല്ലത്. അത് ഏത് ഗവൺമെന്റ് ആയാലും. അങ്ങനെ നമ്മളെ കുട്ടികളെ ഒരുക്കിയെടുക്കുക, എഡ്യൂക്കേഷൻ ലെവലിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എല്ലാ ഗവൺമെന്റും പരാജയമുണ്ട്. ഇത് ഇന്ന ഗവൺമെന്റ് ഒന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ഒരു പാർട്ടിയും പറയണില്ല. എല്ലാ ഗവൺമെന്റുകളും തികഞ്ഞ പരാജയമാണ് ഈ ഒരു 15-20 വർഷത്തിനിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പിലുള്ള ഗവൺമെന്റ് ഒന്നും പരാജയമല്ല, അത്ര ദാരിദ്ര്യമായിരുന്നു. ചരിത്രം പറയാതെ ആരും പറയണ്ട, ചരിത്രങ്ങൾ പഠിച്ചു പറഞ്ഞാൽ മതി. അത്രയും നമ്മൾ ബാക്ക്വേർഡായിരുന്നു. ഇന്ന് നമ്മൾ ഫോർവേഡായി. അപ്പോഴും നമ്മൾ BC 30,000 വർഷത്തിന്റെ പുറകിൽ നിൽക്കണം എന്ന് പറയുന്നതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ആ രീതിയിൽ അപ്ഗ്രേഡ് ചെയ്ത് അങ്ങനെയല്ലാത്ത ഒരു സ്റ്റാഫിനെ ഒരിടത്തും വയ്ക്കേണ്ടതില്ല. സ്കൂളിലെ ടോയ്ലറ്റുകൾ, സ്കൂളിലെ വിദ്യാഭ്യാസ രീതി, കുട്ടികളുടെ സ്കില്ല് ഡെവലപ്മെന്റ്, കുട്ടികളെ ഇന്റർനാഷണൽ ലെവലിൽ വളർത്തേണ്ടത്, ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അധ്യാപകർക്കൊന്നും ബേസിക് സാലറിക്ക് അപ്പുറം പ്രൊമോഷനോ ഒന്നും കൊടുക്കരുത്. സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് ഓരോ ആഴ്ചയിലും സ്കൂളിലെ ടോയ്ലറ്റ്, ക്ലാസ്സുകൾ, അവർ അപ്ഗ്രേഡിങ്, കുട്ടികളുടെ സ്ട്രാറ്റജി, പെർഫോമൻസ്, ഇതെല്ലാം അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. നെറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് എല്ലാവരെയും ഡീബാർ ചെയ്യണം, പിരിച്ചുവിടണമെന്ന് ഞാനേം പറയില്ല. കാരണം എല്ലാവർക്കും കുട്ടികളും കാര്യങ്ങളുണ്ട്. അവർക്ക് അടിസ്ഥാന ശമ്പളം നന്നായിട്ട് കൊടുക്കുക, 50,000 75,000, അതിനപ്പുറം കൊടുക്കരുത്. ടാർഗറ്റ് അനുസരിച്ച് പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് എല്ലാ സ്കൂളിലും എല്ലായിടത്തും സാലറി കൊടുക്കാവും. ഗവൺമെന്റ് പ്രൈവറ്റിലൊക്കെ ചെറിയ ശമ്പളം കൊടുത്തുകൊണ്ട് ഇത്രയും അവർ ടോപ്പിൽ കൊണ്ടുപോകണം പ്രൈവറ്റ് സ്കൂളുകൾ. പിന്നെ 1-1.5 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്ന ഗവൺമെന്റ് സ്കൂളുകൾക്ക് ഇത്ര ബുദ്ധിമുട്ട്. ഇതൊരു വശത്ത്. ഞാനിത് പറയണത് കേരളത്തെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചത്. ഓൾ ഇന്ത്യ ലെവലിൽ വേറെ ലെവലാണ്. തട്ടിപ്പും വെട്ടിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി പറയാതെ നിങ്ങൾക്കറിയാം. പക്ഷെ ഇതെല്ലാം ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നഷ്ടം എനിക്കല്ല കേട്ടോ, എനിക്കല്ല, അടുത്ത തലമുറയും അതിൻ്റെ അടുത്ത തലമുറ കുട്ടിക്കും അവർക്കുമല്ല, രാജ്യത്തിനാണ്. നമ്മളെ രാജ്യം പിന്നോട്ടടിക്കും, ഇപ്പോൾ അടിക്കും പോലെ അടിച്ചുകൊണ്ടിരിക്കും. ഇത് ഞാൻ ഓർമ്മിക്കണം ആ കാര്യത്തിൽ. ഇനി രണ്ടാമത്തെ കാര്യം, E20 പെട്രോള്. E20 പെട്രോളിന് ഒറ്റ വാക്കിൽ ഞാൻ പറയാം, E20 പെട്രോൾ എന്നല്ല, നമുക്ക് നമ്മുടെ ജനത്തിന് ഉപയോഗപ്രദമായ രീതിയിൽ ഏത് വിധത്തിലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഒരുക്കാവുന്നതാണ്. അതൊന്നും തെറ്റൊന്നുമില്ല, ഗവൺമെന്റ് ചെയ്യാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അതെങ്ങനെ ഒരുക്കണം? കാരണം നമ്മൾ 65 കോടിയോളം, എൻ്റെ അറിവിൽ 65 കോടിയോളം ഡിഫറെന്റ് വണ്ടികൾ ഓടുന്ന നാടാണ് ഭാരതം, ഇന്ത്യ. ഈ ഇന്ത്യയിൽ ഇപ്പൊ ഈ വണ്ടികളെല്ലാം പ്രൊഡക്ഷൻ, അതായത് അതിന്റെ സിസ്റ്റം ചെയ്തിരിക്കുന്നത് നാച്ചുറൽ പെട്രോൾ ഓടാനാണ്. ആ പെട്രോളിൽ ഓടാനുള്ള വണ്ടിക്ക് E20 പെട്രോളോ E10 പെട്രോളോ പറ്റൂല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വണ്ടിക്ക് കൃത്യമായ രീതിയിൽ എപ്പോഴും അവൈലബിലിറ്റി കൊടുക്കേണ്ടതാണ് നാച്ചുറൽ പെട്രോൾ. അതിനുശേഷം എന്താണ് E10ലോ E20ലോട്ട് മാറേണ്ടത്? നമ്മുടെ വണ്ടികൾ അടുത്ത നാളെ ഇറങ്ങുന്ന വണ്ടികൾ മുതൽ E10ഓ E20ഓ അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മെഷീനറി ഉള്ള വണ്ടികൾ ഇറക്കണം. ആ വണ്ടിയാണ് അടുത്തത്. പിന്നെ വേറെ ഒരു വണ്ടി ഇറക്കാനേ പെർമിഷൻ കൊടുക്കരുത്. അങ്ങനെ പെർമിഷൻ കൊടുക്കാതിരിക്കാൻ നമ്മളെ ഗവൺമെന്റിന് ഒരു കപ്പാസിറ്റി ഇല്ല എന്നുള്ളത് ദുഃഖസത്യമാണ്. അതൊക്കെ ഞാൻ ഒന്നും ഇതിനകത്ത് കൂട്ടിക്കില്ല. ഞാൻ നോർമൽ ജനങ്ങൾക്ക്, സാധാരണ ജനത്തിന് മനസ്സിലാവേണ്ട രീതി പറയണമെന്നുള്ളേ ഉള്ളൂ. E10ഓ E20ഓ ഒരുക്കുന്ന രീതിയിലുള്ള പെട്രോൾ ഉൽപ്പന്നങ്ങൾ അബ്സോർവ് ചെയ്യുന്ന മെഷീനറിയുള്ള വണ്ടികൾക്ക് മാത്രമേ അലോട്ട്മെന്റ് കൊടുക്കുക. അപ്പൊ നാളെ മുതൽ ആ വണ്ടി മാത്രമേ മാർക്കറ്റിൽ കിട്ടൂ. അപ്പൊ ജനം ആ വണ്ടി വാങ്ങിക്കും. അടുത്തൊരു 6, 8, 10 മാസം കഴിഞ്ഞ് അത് E30ഓ 40ഓ 50ഓ 80ഓ ഇനി 100% ആവട്ടെ, വരാൻ പോകുന്ന എല്ലാ വണ്ടികൾക്കും അങ്ങനെ ആയിരിക്കണം പെർമിഷൻ. പകരം ഒരു ഏതോ അന്തരംഗ അതർധാരയുടെ അകക്കാമ്പിനകത്ത് നിങ്ങൾ
പടച്ചു കൂട്ടുന്ന കുറെ കള്ള ബിസിനസ്സുകളുടെയും പാർട്ടി ഫണ്ടുകളുടെയും നിലനിൽപ്പിനും വേണ്ടി ജനങ്ങളുടെ പുറത്ത് തെറ്റായ രീതിയിൽ അടിച്ചേൽപ്പിക്കുന്ന വ്യവസ്ഥിതികൾ മാറ്റിയേ പറ്റൂ. മാറ്റിയേ പറ്റൂ എന്ന് വെച്ചാൽ മാറ്റിയില്ലെങ്കിൽ അത് തലവേദനയാണ്. രാജ്യത്തിനാണ് തലവേദന. രാജ്യത്തിന്റെ റൊട്ടേഷൻ സമ്പ്രദായം തെറ്റും. നമ്മൾ ഇങ്ങനെ അനാവശ്യ കാര്യങ്ങളിൽ പെട്ടെന്ന് എടുത്തു ചാടുകയും E20 പെട്രോൾ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നമ്മളെ നാട്ടിലെ മാർക്കറ്റിലെ മിഷനറീസ് എല്ലാം തെറ്റിപ്പോവും. ആൾക്കാരുടെ വരുമാനത്തിനെ കൂടുതൽ വരുമാനവും ഇല്ല, നഷ്ടവുമാണ്. എന്നിട്ട് അതിൽ നിന്ന് കുറെ പൈസ എടുത്ത് വണ്ടിക്ക് ചെലവാക്കി എപ്പോഴും ചെലവാക്കിക്കൊണ്ടിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ 6 മാസത്തിനിടയിൽ എൻ്റെ വണ്ടിയുടെ പ്ലഗിൻ്റെ അടുത്ത് വരുന്ന ട്യൂബ് അത് പ്ലാസ്റ്റിക് ആണ്. ഞാൻ 3 പ്രാവശ്യം മാറ്റി കഴിഞ്ഞു. 5 ദിവസമായുള്ളൂ മാറ്റിയിട്ട്. ഇന്ന് 5 ദിവസമേ ഉള്ളൂ. ഇപ്പോഴും വീണ്ടും വണ്ടി എടുക്കുന്നില്ല, സ്ലോ ആയി തുടങ്ങി. അപ്പോൾ ഒരു മാസം കൂടുമ്പോഴും വീണ്ടും ഞാനത് മാറ്റണം. പിടി കിട്ടി. ഇങ്ങനെയൊക്കെ നമ്മൾ റെഗുലറായിട്ട് ഓരോ കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ എന്താണ്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം കൊണ്ട് ഇതെല്ലാം ചെയ്യേണ്ടി വരും. തികഞ്ഞില്ലെങ്കിൽ നമ്മൾ കടം വാങ്ങിക്കേണ്ടി വരും. ഞാൻ കടം വാങ്ങിച്ചാൽ ആർക്കാണ് നഷ്ടം വരുന്നത്? ആ കടം വാങ്ങുമ്പോൾ അത് ഗവൺമെന്റിന് ബാധ്യതയായിട്ട് മാറും, രാജ്യത്തിന് ബാധ്യതയായിട്ട് മാറും. കാരണം കടം കൂടുന്നു, ക്രെഡിറ്റ് കൂടുന്നു. ഇങ്ങനെ നമ്മുടെ രാജ്യം മൊത്തവും നശിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നാട്ടിന്റെ നിലനിൽപ്പ് ബാധിക്കുമ്പോൾ അവിടെ മറ്റുള്ളവർ കൈയടക്കി ജനം എന്ത് ചെയ്യും? ഇന്ത്യ തന്നെ ചിലപ്പോൾ 29-30 രാജ്യമായിട്ട് മാറിപ്പോവും കുറെ കാലം കഴിയുമ്പോൾ. ഇത്തരം വൃത്തികെട്ട തലയ്ക്ക് ബോധമില്ലാത്ത ഭരണാധികാരികൾ നമ്മളെ ഭരിച്ച. കാരണം ഇന്ത്യയെ സ്പ്രിഡായി പോകും. കാരണം നിലനിൽപ്പാണല്ലോ പ്രകൃതിയുടെ തീരുമാനം. ഇങ്ങനെ സംഭവിക്കും. ഇതാണ് ഞാൻ പറയുന്നത്. ഈ E20 പെട്രോൾ എന്ന് പറയുന്നത് കൊണ്ടുവരുന്നത് ഈ 85 100% ആൽക്കഹോൾ കൊണ്ടുവന്നു, എത്തനോൾ കൊണ്ടുവന്നു. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. ഘട്ടമായിട്ട് കൊണ്ടുവന്നു. മറ്റ് വണ്ടികളെ പതുക്കെ ഡൈലൂട്ട് ചെയ്ത് കൊണ്ടുപോകണം. ഇതിനൊക്കെ നിങ്ങൾ മൻമോഹൻ സിംഗിനെ കണ്ടുപഠിക്കി. മൻമോഹൻ സിംഗ് എത്രയോ പ്രാവശ്യം ഇന്ത്യയിൽ നോട്ട് നിരോധനം നടത്തി. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞു? അദ്ദേഹം ഘട്ടമായിട്ട് നോട്ടുകളെ മാറ്റുന്നു, പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു. അത്രയും ബ്രില്യന്റ് മനുഷ്യനായിരുന്നു മൻമോഹൻ സിംഗ്. ഇപ്പോഴുള്ള കഴുതകളെന്നല്ലേ ഇവരെ വിളിക്കേണ്ടി വരുന്നത്. എന്തൊക്കെയോ ചെയ്ത് കാണിക്കുന്നത് വെച്ച് എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കുകയും ജനത്തിന് ശല്യമായി മാറുകയും ചെയ്തു. നോട്ട് നിരോധനം മുതൽ തുടങ്ങിയ പരാജയമാണ് രാജ്യത്തിന്റെ. രാജ്യത്തിന്റെ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പരാജയം. ദയനീയം, പരമദയനീയം. കൊള്ളയാണ് പിന്നെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്ക് വേണ്ടി? ഇതുകൊണ്ട് ആർക്കാണ് നഷ്ടം? ഭരിക്കുന്നവർ ഭരിച്ചിട്ടിറങ്ങി പോവും. അവന്മാരെല്ലാം സ്വാർത്ഥ താല്പര്യമുള്ളവരൊക്കെയാണ്. നഷ്ടം മൊത്തം രാജ്യത്തിനും ജനത്തിനുമാണ്. ഇതാണ് E20 പെട്രോൾ കൊണ്ടിന്റെ പ്രശ്നം. ഇതുകൊണ്ടുള്ള ഒരു 4 വിഷയം ഞാൻ കോട്ട് ചെയ്യാം. പെട്രോള് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാം എന്നാണ് ആലോചിക്കുന്നത്. E20 പെട്രോൾ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തപ്പോൾ ഇപ്പൊ പഞ്ചസാരയുടെ വില കൂടിയോ? പഞ്ചസാരയുടെ വില എന്തുകൊണ്ട് കൂടിയെന്ന് പ്രേക്ഷകരെ മനസ്സിലാക്കണം. നമ്മൾ E20 പെട്രോളോ E85 100% എത്തനോൾ വരുന്ന പെട്രോളോ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കർഷകർക്ക് സബ്സിഡി ഒരുക്കിക്കൊണ്ട് അതായത് കരിമ്പുണ്ടാക്കുന്നത് അല്ലെങ്കിൽ മറ്റ് നമ്മുടെ നെല്ലോ അരിന്നെല്ലാം എടുക്കാം. മീൻസ് പറയണത് എല്ലാ വീറ്റിൽ നിന്നും എടുക്കാം. അപ്പൊ ഇതിലെല്ലാത്തിന്റെയും പ്രൊഡക്ഷൻ കൂട്ടണം. അതിനിവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. ഏതോ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി ഏതോ പ്രഷറിന്റെ പുറത്ത് അവർ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യും? എത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാതെ വരും, കർഷകർക്ക് പറ്റാതെ വരും. കാരണം അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാതെ വരുമ്പോൾ നമുക്ക് ഷോർട്ടേജ് വരുമ്പോൾ വിദേശ രാജ്യത്ത് നിന്ന് ഇറക്കണം. വിദേശ രാജ്യത്ത് നിന്ന് എന്തൊക്കെ ഇറക്കണോ അത്രയും നമ്മളെ കയ്യിലുള്ള ഡോളറിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ സ്വർണത്തിന്റെ കരുതൽ ധനം കുറയും. അപ്പൊ അത് കുറഞ്ഞാൽ എന്താണ്? നമ്മളുടെ പ്രതിശീർഷ വരുമാനത്തിൽ നിന്ന് ലോസ് സംഭവിക്കുന്നു മാത്രം മനസ്സിലാക്കിയത് രാജ്യത്തിന്റെ. എന്നാൽ ഇത് കർഷകർക്ക് സബ്സിഡി ആയിട്ട് കൊടുക്കുകയും ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ ഗുണവുമാവും. കാരണം 100% എത്തനോളിലോട്ട് നമ്മൾ മാറുകയും വിദേശ രാജ്യങ്ങളിലൊന്നും എത്തനോൾ ഇറക്കപ്പെടാതിരിക്കുകയും ചെയ്യുകയും നമ്മുടെ വണ്ടികളെല്ലാം തന്നെ ലേറ്റസ്റ്റ് ആയി മാറുകയും ചെയ്ത്
രാജ്യത്തില് കർഷകരുടെ ഇടയിൽ വരുമ്പോൾ കർഷകർക്ക് എത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട സാധനങ്ങൾ, അതായത് ഫുഡ് ഉൽപ്പന്നങ്ങൾ ധാരാളം ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അവരെ വരുമാനം ഗണ്യമായി വർദ്ധിക്കും. അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഇത് പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഗുണം? ഒരു യുദ്ധം വന്നാലോ ഈ വിദേശ രാജ്യങ്ങൾക്ക് നമ്മളെ പേരിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയാലോ നമുക്ക് പേടിക്കണ്ട. കാരണം നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിൽ നിന്ന് എടുക്കുന്ന എത്തനോൾ കൊണ്ട് നമ്മുടെ വണ്ടികളും എല്ലാ ട്രാൻസാക്ഷനൊക്കെ നടക്കും. അപ്പൊ പിന്നെ അവന്റെ ഒരു പെട്രോൾ നമുക്ക് വേണ്ട. അങ്ങനെയാണോ നടക്കുന്നത്? കർഷകർക്ക് വല്ല ഗുണമുണ്ടോ? നിമിഷങ്ങൾ കൊണ്ട് നമ്മളെ പഞ്ചസാരയുടെ വില കൂടി. ഇതല്ലാതെ എന്ത് ഗുണം? പഞ്ചസാരയുടെ വില കൂടി എന്ന് പറയുമ്പോൾ കർഷകന് എന്തെങ്കിലും കിട്ടിയെന്നാണോ എന്റെ അർത്ഥം? അല്ല. ഈ രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രേക്ഷകരെ, ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കൃഷിക്കാരന് അത് ഗുണകരമായി നമ്മൾ 100% എത്തുന്നുവെങ്കിൽ ഇത് ഗുണമാണ്. പക്ഷെ അങ്ങനെ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. പകരം കർഷകനൊരു ഗുണമല്ല, കർഷകൻ വീണ്ടും വീണ്ടും ദരിദ്രനാവേണം. പകരം കുറവ് വരുമ്പോൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യും. ഇറക്കുമതി ചെയ്യുമ്പോൾ പ്രേക്ഷകരെ ഒന്ന് മനസ്സിലാക്കണം, ലോകം മൊത്തം നമ്മളെ ഡോളറിൽ പൈസ കൊടുക്കണം. ആ ഡോളറിൽ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ മറ്റവന്റെ പരിപാടി, അവർ ചെയ്യുന്ന പരിപാടിയൊന്നും ഞാനീ പറയുന്നില്ല. അങ്ങനെ പറ്റാതെ രൂപം നമ്മളെ ഗോൾഡ്, കരുതൽ ധനം ഗോൾഡ് നമുക്ക് പണയം വെക്കേണ്ടി വരും. നമ്മളെ ഗോൾഡൊക്കെ പണയം വെച്ചിട്ടുണ്ട് ദാരിദ്ര്യപരമായിരുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ടൊക്കെയാണ് നമ്മളെ രൂപ താഴോട്ട് വന്നത്. അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശകലനം ചെയ്യണില്ല. ഇങ്ങനെ ചെയ്യേണ്ടി വരുമെന്ന് പ്രേക്ഷകർ ഓർമ്മിക്കണം. ഇതെല്ലാം നമ്മുടെ പുതിയ തലമുറയുടെ അടുത്ത തലമുറയൊക്കെ കടുത്ത പ്രശ്നത്തിൽ കൊണ്ടുപോകും. പിന്നെ ഇനിയിപ്പോൾ പൊല്യൂഷൻ കുറയ്ക്കുക എന്നാണ് പറയുന്നത്. പൊല്യൂഷൻ കുറയ്ക്കണമെങ്കിൽ എങ്ങനെ കുറയ്ക്കണേ? നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ കർഷകന് അടിസ്ഥാനപരമായിട്ട് മുന്നേറാൻ പറ്റില്ലെങ്കിൽ എങ്ങനെ പൊല്യൂഷൻ കുറയും? എങ്ങനെ പൊല്യൂഷൻ കുറയും? ഒന്ന് പറഞ്ഞു തന്നെ. വിദേശത്ത് നിന്ന് ഇറക്കണ്, നമ്മൾ കത്തിക്കണ്, തികയോ? അപ്പൊ തന്നെ ജനങ്ങൾ വേറെ വല്ല പരിപാടിയിലോട്ടൊക്കെ തിരിയും. പൊല്യൂഷൻ കുറയൂ? ഒരു സാധ്യതയില്ല. മണ്ട സിദ്ധാന്തങ്ങൾ. E20 മുതൽ 100% എത്തനോൾ വാഹന വിപണി ഉണരും എന്നാണ് പറയുന്നത്. ഒരിക്കലും നടക്കില്ല. നമ്മൾ അടിസ്ഥാനപരമായിട്ട് 100% ഉണ്ടാക്കി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കണം നിർത്തിയാൽ മാത്രമേ വാഹന വിപണി അങ്ങനെ ഉണരുള്ളൂ. എങ്കിൽ എല്ലാ പ്രൊഡക്ഷനും നമ്മളെ നാട്ടിൽ നടക്കും, നമ്മളെ നാട്ടിൽ വിൽക്കും, കയറ്റുമതി കൂടും. മറ്റത് അങ്ങനെയല്ല. പുറത്തുനിന്ന് നമ്മൾ എത്തനോൾ ഇറക്കേണ്ടി വന്നാൽ പരാജയം. എങ്കിൽ പുറത്തുനിന്ന് ഇറക്കാതിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, കർഷകർക്ക് സബ്സിഡി കൊടുത്തുകൊണ്ട് അവരെ പ്രൊഡക്ടിവിറ്റി കൂട്ടണം. കമ്പനി ആവട്ടെ, കർഷകരാവട്ടെ. ഇവിടെ കർഷകർ ഇപ്പോഴും തേനയുണ്ട്. കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഇനി മൾട്ടി എൻജിൻ വാഹനം വരും. മൾട്ടി എൻജിൻ വാഹനം വരും. അപ്പോഴവിടെ പെട്രോൾ യൂസ് ചെയ്യണം, സോളാർ യൂസ് ചെയ്യണം, പിന്നെ എന്ത് പറയണം, നമ്മുടെ എത്തനോൾ യൂസ് ചെയ്യണം. സോളാർ ഉപയോഗിച്ചിട്ട് പിന്നെ അത് നമ്മൾ വഴിയിൽ തള്ളുമ്പോൾ അതിൽ വരുന്ന വിപത്ത് ആര് ചിന്തിക്കാറില്ല. വമ്പൻ അപകടമാണ് പ്രകൃതിക്ക്. എത്തനോൾ പൂർണ്ണമായിട്ട് വന്നു കഴിഞ്ഞാൽ അപകടമില്ല. ഇല്ല. പെട്രോൾ ഉപയോഗിക്കാതിരിക്കണം. പെട്രോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ അളവ് കുറച്ച് വന്നിട്ട് മൾട്ടി ലെവൽ വാഹനങ്ങൾ വന്നാൽ അത് ഓക്കെയാണ്. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ മറ്റെല്ലാ കാര്യങ്ങളും 90%, അത് എത്രയോളം 90% ഉപയോഗിക്കണം. സോളാറ് ഉപയോഗിച്ചിട്ട് അത് റീവൈൻഡ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ ബാറ്ററി ആയാലും. പിന്നെ അതിൽ കഴിഞ്ഞ് മാത്രമേ പെട്രോൾ യൂസ് ചെയ്യൂ. അപ്പൊ പെട്രോളിന്റെ ഉപയോഗം 10% താഴും. അങ്ങനെ എത്തിക്കണം. അപ്പൊ നമ്മൾ സ്വയം പര്യാപ്തതയാണ്. കൃഷി കൂടും. എന്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ വേഗത്തിൽ ഗവൺമെന്റ് എടുത്ത തീരുമാനമാണ് കൃഷി കൂടിയ. കാരണം കാര്യമുണ്ട്, ഞാൻ പുറകിലോട്ട് പറയാം. കൃഷി കൂടൂല. കാരണം കൃഷി കൂടിയാൽ അഗ്രികൾച്ചർ വസ്തുക്കൾക്ക് വൻ സാധ്യത വരും, ഡിമാൻഡ് വരും. ഡിമാൻഡ് വരുമ്പോൾ കുറച്ച് നല്ല പ്രൈസ് കർഷകന് കിട്ടും. തെറ്റില്ല, ചെയ്തോട്ടെ. പക്ഷെ ചെയ്തോ? ആയോ? ഇല്ല. കാരണം അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. കൃഷിക്ക് വേണ്ട എന്തെങ്കിലും അടിസ്ഥാന സൗകര്യം ഒരുക്കോ, അവർക്ക് വേണ്ട എന്തെങ്കിലും ചെയ്തു കൊടുത്തോ, മുന്നോട്ട് അവരെ നയിക്കാനുള്ള സബ്സിഡി എന്തെങ്കിലും പ്രഖ്യാപിച്ചോ? ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇതെല്ലാം ഒന്നും നടപ്പിലാക്കില്ല. പ്രൊഡക്ടിവിറ്റി കൂടാതെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എത്തനോൾ എന്ന് പറയണം, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന മറ്റ് സ്പിരിറ്റുകളെല്ലാം തന്നെ വിദേശ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിൽ നിന്നിട്ട് ഇറക്കുമതി ചെയ്യേണ്ടി വരും എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. ഇറക്കുമതി ചെയ്തു തുടങ്ങേണ്ട അവസ്ഥ വന്നാൽ നമ്മൾ പരാജയപ്പെട്ടു. ഇതുകൊണ്ട് 100% പരാജയമാണ്. ഇനി ഇതിന്റെ ദോഷം നോക്കിയേ. മൈലേജ് 15% മുതൽ 30% വരെ കുറയും. 20 രൂപ നിങ്ങൾക്ക് പെട്രോളിൽ കുറച്ചു തന്നിട്ട് മൈലേജ് ഈ 15 മുതൽ 30% വരെ കുറഞ്ഞാൽ പിന്നെ വല്ല കാര്യമുണ്ടോ? ചിന്തിക്കൂ. E20 പെട്രോൾ ഈ
E20 പെട്രോള് കർഷകർക്ക് സബ്സിഡി നൽകിയാലും അല്ലാതെയാലും ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, അതായത് കരിമ്പ്, നെല്ല്, വീറ്റ് പോലുള്ള അങ്ങനെയുള്ള നമ്മൾ ധാന്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ജലം ധാരാളം വേണം. ജലത്തിന്റെ ഉപയോഗം വളരെയേറെ വർദ്ധിക്കും. അതിനുള്ള അവൈലബിലിറ്റി കൊടുക്കാതെ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ ഭൂഗർഭ ജലമൊക്കെ ഊറ്റിയെടുക്കും. വരാൻ പോകുന്ന എന്താണ്? പിന്നീട് വരുന്നതെല്ലാം കടുത്ത ജല ലഭ്യത ഇല്ലായ്മയായിരിക്കും. ഗ്രാമങ്ങളൊക്കെ വെള്ളം കിട്ടാതെ ചത്തു. അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഒരുക്കണം. അണക്കെട്ടുകളൊക്കെ ഒരുക്കി കൃത്യമായിട്ടും പ്ലോട്ടുകളിലോട്ട് റെഗുലറായിട്ട് വെള്ളം വിട്ട് അവിടെ നമ്മൾ നനച്ചിട്ട് ഇത് വെള്ളം അബ്സോർവ് ചെയ്തെടുത്താലും ബാക്കി ഭൂഗർഭ അറയിലോട്ട് പോകണം. ചെന്ന് പോയാൽ മാത്രമേ തൊട്ടടുത്തുള്ള കിണറുകളോ നാട്ടിലുള്ള ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടൂ. ഇല്ലെങ്കിൽ വെള്ളമില്ലാതെ ചത്തുപോകും മനുഷ്യൻ. ഒരു കാര്യം. പിന്നെ ഫുഡ്, ധാന്യങ്ങൾ, പഞ്ചസാര ഇവയൊക്കെ ഉൽപാദനം ഈക്വലേഷൻ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 38, 36, 40 രൂപയ്ക്ക് വാങ്ങണ പഞ്ചസാര 100 മുതൽ 300 രൂപയായിട്ട് വർദ്ധിക്കും. പിടികിട്ടിയോ? അപ്പൊ പെട്രോളല്ലേ നല്ലത്. അങ്ങനെ നോക്കിയേ, 1 കിലോ പഞ്ചസാര 40 രൂപ കൊടുത്തോണ്ടിരിക്കുന്ന പഞ്ചസാര നാളെ നിങ്ങൾ 100 രൂപയ്ക്ക് വാങ്ങണം. അപ്പൊ നിങ്ങൾക്ക് 60 രൂപ കൂടി. പെട്രോള് 20 രൂപ കുറഞ്ഞു. 110 രൂപ, 110 രൂപ, 30% മൈലേജും കുറഞ്ഞു. അപ്പൊ 80 രൂപയ്ക്ക് പെട്രോൾ വാങ്ങും. പക്ഷെ 40 രൂപയ്ക്ക് നിങ്ങളെ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചസാരയ്ക്ക് 100 രൂപ കൊടുക്കേണ്ടി വരുമ്പോൾ 60 + 20 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വരുന്നില്ലേ? 80 രൂപ. 80 + 80 160 രൂപയായി പെട്രോളിന്. നിങ്ങളെ ഫുഡും വീണ്, നിങ്ങളെ പെട്രോൾ ഉൽപ്പന്നങ്ങളും വീണ് മൊത്തത്തിൽ വീഴ്ച വരും. അങ്ങനെ വീഴ്ച വന്നാൽ എന്ത് സംഭവിക്കും? നാട്ടില് പണപ്പെരുപ്പം കൂടും. പണപ്പെരുപ്പം കൂടിയാൽ പൈസയ്ക്ക് വിലയില്ലാതെയാവും. പൈസയ്ക്ക് വിലയില്ലാതായ വിപ്ലവം നടക്കും. ഇത് ഞാൻ പഠിപ്പിക്കണ്ട, നന്നായിട്ട് നിങ്ങൾ പ്രേക്ഷകരൊന്ന് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കൂ. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പോയാൽ പ്രിയ പ്രേക്ഷകർ, ഞാൻ വളരെ നീട്ടുന്നില്ല, ഞാൻ അതാണ് പറയണത്. 2 കാര്യങ്ങൾ ഞാൻ ഈ ഓണ കാലത്ത് ഓർമ്മിക്കണം. ഒന്ന്, എഡ്യൂക്കേഷന്റെ വ്യവസ്ഥകളെല്ലാം ബെറ്ററാക്കി കൊണ്ടുപോയില്ലെങ്കിൽ E20, E30, E85 ഒക്കെ കൊണ്ടുവരുമ്പോൾ അത് എങ്ങനെ കൊണ്ടുവരണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് കർഷകരെ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അഗ്രികൾച്ചർ മേഖലയിൽ ഒരുവിധ ട്രെയിനിങ്ങും കൊടുക്കാതെ, ഒരുവിധ സബ്സിഡിയും കൊടുക്കാതെ, അഗ്രികൾച്ചർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന 65% ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി GDPയുടെ 25% മാറ്റിവെക്കാതെ, എഡ്യൂക്കേഷൻ മേഖലയ്ക്ക് 10, അങ്ങനെ ടോട്ടൽ 35% മാറ്റിവെക്കാതെ എടുത്തിരിക്കുന്ന ഈ എല്ലാ തീരുമാനങ്ങളും ഗവൺമെന്റിന്റെ മണ്ടൻ പരാജയമാണ്, വമ്പൻ പരാജയമാണ്. അതാണ് ഞാൻ നിങ്ങളുടെ ലൈറ്റ് എക്സാമ്പിളിൽ പറഞ്ഞെന്നുള്ളത്. എന്നെ സംബന്ധിച്ച് 51ാമത്തെ വയസ്സിൽ എനിക്ക് പറയാനേ പറ്റൂ. റോഡിലിറങ്ങി യുദ്ധം ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആരോഗ്യമില്ല. പുതിയ തലമുറകൾ യുദ്ധം ചെയ്യണതിന്റെ ആവേശത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് എന്റെ രാജ്യമാണ് വലുത്. എനിക്ക് എന്റെ 150 കോടി ജനങ്ങളാണ് വലുത്. എനിക്കിവിടുത്തെ ഒരു പാർട്ടിയും വലുതല്ല. എനിക്കിവിടുത്തെ ഒരു മത സംഘടനകളും വലുതല്ല. എനിക്കിവിടുത്തെ ഒരു ജാതി സംഘടനകളും വലുതല്ല. എന്റെ രാജ്യത്തിന്റെ പ്രതിശീർഷ വരുമാനം വർദ്ധിക്കണം. എന്റെ രാജ്യത്തിലെ ഓരോ മനുഷ്യരും പട്ടിണിയില്ലാതെങ്കിലും ജീവിക്കണം. എല്ലാ വീട്ടിലും എഡ്യൂക്കേഷൻ എത്തണം. അവർ പുതിയ ടെക്നോളജിയെ കുറിച്ച് സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ഒതുക്കണം. കുട്ടികളെല്ലാം എഡ്യൂക്കേറ്റഡ് ആയിട്ട് മതത്തിലൊക്കെ വിശ്വസിച്ചോട്ടെ, അതിനൊന്നും ഞാനെതിരില്ല. അതൊക്കെ നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. പക്ഷേ അവരൊക്കെ സയൻസ് എന്തെന്നറിയണം. എന്നിട്ട് അവർ ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യണം. മതത്തിൽ വിശ്വസിച്ചോളൂ, അതൊക്കെ നിങ്ങളുടെ കാര്യം. ഞാനതിനൊന്നും ഒരു എതിരുമില്ല. ശല്യമാകുമ്പോൾ ഞാൻ എതിർക്കാറുള്ളൂ എന്നുള്ളത്. അങ്ങനെ നമ്മളെ കുട്ടികൾ വളർന്ന് പന്തലിക്കേണ്ടതുണ്ട്. ആ നിലയിലോട്ട് നമ്മളെ നാടിനെ മാറ്റിയെടുത്തില്ലെങ്കിൽ പ്രിയ പ്രേക്ഷകരെ, എനിക്കൊരു നഷ്ടവുമില്ല. ഇപ്പൊ പഠിപ്പിക്കുന്ന അധ്യാപകർക്കോ സ്കൂളിനോ നമ്മളെ ഭരിക്കുന്നവർക്കോ ഒരു നഷ്ടവുമില്ല. നഷ്ടമെല്ലാം കാത്തിരിക്കുന്നത് പുതിയ ജെൻസികളാണ്. ജെൻ ഇസഡിനെ മാത്രമല്ല, ഇസഡ് കഴിഞ്ഞു, ഇനി വരണത് A1Z, ABZ, ഇങ്ങനെ പറയാം. ഇങ്ങനെ പോകുന്ന നിങ്ങളിനി എവിടെയൊക്കെ പോകേണ്ട, ചൊവ്വയിലോ സൂര്യനിൽ തന്നെ പോയി താമസം ഉറപ്പിക്കേണ്ട പുതിയ കുട്ടികളുടെ കാഴ്ചപ്പാടുകളെയൊക്കെ മാറ്റുന്ന നിലയിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം തന്നെയാണ് നൊബക്സോളയുടെ ഓണം. അതിൽ ഒരു മാറ്റമില്ല. അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും
ഒരു ജാതി സംഘടനകളും ഒരു വർഗീയവാദികളും എൻ്റെ തോളത്ത് വരണ്ട. വന്നാൽ എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം ഞാൻ എൻ്റെ ഭാരതത്തിന് വേണ്ടി, ഇപ്പൊ ഭാരതമില്ല, എൻ്റെ രാജ്യത്തിന് വേണ്ടി, എൻ്റെ 150 കോടി ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇത് ഗ്ലോബലൈസേഷൻ ചെയ്ത ലോകമാണ്. നമ്മൾ എല്ലാ രാജ്യങ്ങളുമായിട്ട് പരമാവധി നന്നായിട്ട് പോകാൻ നോക്കണം. ഇല്ല, നമ്മൾ അടിച്ചേ പറ്റുമെന്നുള്ളത് തീരുമാനിക്കണവർ തന്നെ നമ്മളെ കയറി അടിച്ചാൽ തിരിച്ചടിച്ചേ പറ്റൂ. അതിനൊന്നും ഞാനെതിരില്ല. ഭയങ്കര സമാധാന പ്രിയനൊന്നുമല്ല ഞാൻ. അതൊന്നും ഞാൻ ഇല്ലെന്ന് പറയണില്ല. പക്ഷെ ചുമ്മാ ഉള്ള തള്ളും പരിപാടിയൊക്കെ മാറ്റി വെച്ചിട്ട് സിസ്റ്റമാറ്റിക്കലായിട്ട് രാജ്യം നന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ട് എപ്പോഴും പോയിക്കൊണ്ടിരുന്നാൽ മാത്രമേ പുതിയ തലമുറയ്ക്ക്, അടുത്ത തലമുറയ്ക്കും അതിൻ്റെ തലമുറയ്ക്ക് ഗുണമുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, പ്രിയ പ്രേക്ഷകർക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാപ്പി ഓണം. ഒപ്പം തന്നെ അടിച്ചു പൊളിക്കൂ. രാജ്യം നിലനിന്നാൽ മാത്രമേ ഞാനുമുള്ളൂ, നിങ്ങളുടെ കുടുംബമുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ 50 വർഷമോ 100 വർഷമോ പുറകിലോട്ടുള്ള ചരിത്രങ്ങൾ അതൊക്കെ പരിശോധിച്ചാൽ മതിയാവും. 830 നാട്ടുരാജ്യങ്ങൾ, ഇതിനകത്തുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾ, ഈ അന്ധവിശ്വാസങ്ങളിൽ കുറച്ചു പേർക്ക് മുലക്കച്ച കെട്ടാം, കുറച്ചു പേർക്ക് മുലക്കരം കൊടുക്കണം, മീശ വെച്ച കരം കൊടുക്കണം, മുടി ഡിസൈൻ ചെയ്ത കരം കൊടുക്കണം, പിന്നെ തുണിയുടെ കര നോക്കി, കരയെന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ തുണിയിലൊക്കെ ഇപ്പോഴൊക്കെ വലിയ ഭയങ്കര സൗകര്യത്തായിട്ട് കര വയ്ക്കൂലേ, ഇങ്ങനെ ഗോൾഡൻ കര, സിൽവർ കരയൊക്കെ. മുമ്പ് അങ്ങനെയല്ല. അതൊന്നും സാധാരണക്കാരന് വയ്ക്കാൻ അവകാശമില്ല, ഒറ്റ മുണ്ട് കൊടുക്കാൻ അവകാശമില്ല. ഇതൊക്കെ ഞാൻ പറയുന്നതേ ഉള്ളൂ, ആരെയും കുറ്റപ്പെടുത്തണേയല്ല. മേൽമുണ്ട് ധരിക്കാൻ അവകാശമില്ല, മുടി ഇങ്ങനെ കെട്ടാൻ അവകാശമില്ല, ഇങ്ങനെ ഇതൊക്കെ മറ്റേ രാജകീയ പ്രൗഢിയുള്ള കുറെ മേലാളന്മാരുടെയും മേലാളത്തികളുടെ കയ്യിലായിരുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തിരിച്ചു പോകണോ? അതാ എല്ലാവരും സന്തോഷത്തോടെ. ഞാൻ അതൊക്കെ പഴയ കാലത്ത് ഞാൻ മറക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. കാരണം അവരൊക്കെ നമ്മളൊത്ത് എന്ത് പറയണത്, സഹകരിച്ച്, അവർക്കൊന്നും അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. അതിൽ നിന്ന് പിന്നീട് വന്ന കുട്ടികൾക്കൊന്നും അങ്ങനെയുള്ള ലോകം, അതായത് ഒരു ഈക്വലേഷൻ വന്ന ലോകത്തിലാണ് ഇപ്പൊ ഭിന്നിപ്പിക്കാൻ നോക്കുന്നത്. അങ്ങനെ ഒരു ഈക്വലേഷൻ കൊണ്ടുവരാൻ 19 വർഷമായിട്ട് ഇത്ര മനുഷ്യർ കഷ്ടപ്പെട്ടിരിക്കും. അവിടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരിടത്തും എന്റെ ചുറ്റൂരിൽ സംസാരിക്കുകയും അതിനെക്കുറിച്ച് ആശയപരമായിട്ട് കൈകാര്യം ചെയ്ത് അത് രാജ്യത്തിന് ഗുണകരമാവണ ലോകത്ത് നമ്മളെ ഭിന്നിപ്പിച്ച് വിട്ടാൽ പിന്നെ നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റൂ? ഒരുമിച്ചിരിക്കൂ? അങ്ങനെയുള്ള ഒരു ലോകത്തിൽ നിന്ന് നമ്മളെ ഭിന്നിപ്പിക്കുകയാണെന്നേ. ആ ഭിന്നിപ്പിക്കലിനെയൊക്കെ ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട്. ജനതയോട് ആ കാലത്തോട്ട് നിങ്ങൾ പോകണോ, അതോ ഇനി ഇവിടെ നിന്ന് മാറി നിങ്ങളുടെ കുട്ടികൾ മുന്നോട്ട് പോകണോ? ഇപ്പൊ നിങ്ങളുടെ കുട്ടികൾ വിദേശത്തും പല രാജ്യങ്ങളും പലയിടത്തും ഇരുന്നുകൊണ്ടും മറ്റെല്ലാ പല മേഖല, അതിൽ നിന്ന് മാറി അടുത്ത മേഖലയിലോട്ട് പോകണോ? ചൊവ്വയിൽ പോകണോ, യുറാനിൽ പോകണോ, നെപ്റ്റ്യൂണിൽ പോകണോ, പ്ലൂട്ടോയിലോട്ട് പോകണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കൂ. ഇനി അതൊക്കെ കഴിഞ്ഞ് തമോഗർത്തത്തിൽ പോകണോ? അതെല്ലാം കഴിഞ്ഞിട്ട് ബ്ലാക്ക് ഹോളിൽ പോകണോ? അതും ക്രോസ് ചെയ്ത് എത്തിപ്പോണോ? കുട്ടികൾ എത്തിപ്പോണോന്നല്ല, അവരുടെ ചിന്താഗതികൾ എത്തിപ്പോണോ? അങ്കിലേ രാജ്യം വികസിക്കുള്ളൂ. ആ നിലയിൽ എത്തിക്കണോ എന്ന് വേണ്ടയോ എന്നുള്ളത് പ്രിയ പ്രേക്ഷകരെ, 51ാമത്തെ വയസ്സിൽ ഞാനല്ല ഇത് പറയേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അനീതിക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കണം. നമ്മളാരും ക്ലീൻ ആരുമല്ല. പക്ഷെ പുതിയ തലമുറയുടെ നിലനിൽപ്പ് രാജ്യത്തിന്റെ ആവശ്യമാണ്. അവരെ നിന്നാൽ മാത്രമേ എനിക്ക് സന്തോഷത്തോടെ ഇവിടെ ഇരുന്ന് ഈ ബ്ലോഗ് പോലും ചെയ്യാൻ പറ്റൂ എന്നാണ് എൻ്റെ ട്വീറ്റ്. പുതിയ തലമുറ എത്ര നന്നായിട്ടിരിക്കണോ അതിന്റെ 10 മടങ്ങ് നന്നായിട്ടിരിക്കും പഴയ തലമുറയെ ഞാൻ. അല്ലെങ്കിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യും, കുട്ടികളെ സ്ട്രഗിൾ ചെയ്യും. പ്രഷർ എനിക്ക് സന്തോഷത്തോടെ നിന്ന് ചിരിച്ച മുഖത്തോടെ നിന്ന് ഇവിടെ ട്വീറ്റ് ചെയ്യണമെങ്കിൽ അടുത്ത തലമുറ നന്നായിരിക്കണം. ആ തലമുറയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഇനിയിപ്പോ ഏത് ഗവൺമെന്റ് ആയാലും ആരെ എതിർത്താലും കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹാപ്പി ഓണം.